അപ്പോൾ അതുപോലെ ഇന്നും ഞാൻ കട തുറന്നിട്ടുണ്ട്. കടയിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണം. അപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. നമ്മുടെ പെരകത്തി അപ്പനെന്ന് മരിച്ചു. ആ മരിച്ചപ്പോൾ എനിക്ക് ആകെ കിട്ടിയത്, ഞങ്ങൾ 6 മക്കൾക്ക് കിട്ടിയത്, അപ്പൻ എന്നും ഞങ്ങളെ പാട്ട് വെച്ച് കേൾപ്പിച്ചുകൊണ്ടിരുന്ന ഈ ടേപ്പ് കട. അന്ന് പോലെ ഞങ്ങൾ അപ്പനായിട്ടാണ് കാണുന്നത്. അപ്പനറിയാലോ, ഒരു വർഷം എൻ്റെ അടുത്താണെങ്കിൽ പിന്നെ അടുത്ത ചേട്ടായുടെ അടുത്ത്, അങ്ങനെ 6 മക്കളുടെ അടുത്ത് മാറി മാറി അപ്പം പോകുന്നതാണ്. എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അതിൻ്റെ അനുഗ്രഹമുണ്ട്. അതുപോലെ പതിവ് പോലെ ഇന്നും അനുഗ്രഹം ഉണ്ടാവണം. അപ്പൻ തന്നെ അപ്പ ഒന്നും വേണ്ടാത്ത അപ്പൻ്റെ ഒരു പാട്ട് കേൾക്കണപ്പാ. അപ്പാ 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 അപ്പൻ്റെ തൊണ്ണയ്ക്ക് എന്നാ പറ്റിയ? അപ്പൻ്റെ തൊണ്ണയ്ക്ക് എന്നാ പറ്റിയ? എൻ്റെ അപ്പൻ്റെ തൊണ്ണയ്ക്ക് എന്നാ പറ്റിയ? ഇനി ചേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനിത് നശിപ്പിച്ചു എന്ന് പറയൂല. ദൈവമേ, വിളിക്കട്ടെ. അപ്പം പേടിക്കണ്ട, അപ്പോൾ ഡോക്ടറെ വിളിക്കാം. ഹലോ, ജയ ഇലക്ട്രോണിക്സ് അല്ലേ? ഒന്ന് വന്ന് അപ്പൻ്റെ തൊണ്ട ഒന്ന് ക്ലിയർ ആക്കി തന്നെ. എടാവേ, ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ കേസല്ലേ ഉള്ളൂ, അതൊന്നും വന്നൊന്ന് ശരിയാക്കി തട്ടത്. ഓക്കെ എന്നാ. അപ്പം ആദ്യത്തെ ചായ പതിവ് പോലെ അപ്പം തന്നെ കുടിച്ചിട്ട് വേണം എനിക്ക് കച്ചവടം തുടങ്ങാൻ. പറഞ്ഞിട്ടോ എന്തോ ഒരു മീഡിയം ചായ, കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ കേട്ടാ. കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ. അടാ, രാവിലെ അല്ലെങ്കിൽ സ്ട്രോങ് കുടിക്കുന്ന അടാ നല്ലത്. ആ അതെ അതെ, അല്ല സ്ട്രോങ് വേണ്ടപ്പോ. എന്തോ കട്ടൻ എടുത്താൽ മതി. കട്ടനോ? കട്ടൻ മതി, സ്ട്രോങ് വേണ്ട. ഞാനൊരു കാര്യം ചോട്ടെ, നീ കാര്യം പാലുമ്പള്ള എടുത്തുണ്ടോ? അപ്പോ നീ ഏതെങ്കിലും ഒന്ന് തിരിച്ചു പറയാ, ഒന്ന് ഉറപ്പിച്ച് പറയാന്ന്. നിനക്കിപ്പോ എന്നാ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അത് പറ്റില്ല, നിനക്കൊരു ചായ കുടിക്കണം. നീ അതിൽ ഞാൻ ആദ്യമേ ചോദിച്ചത് ചോദിക്കണമെന്നേ. ഒരു ചായ ചോദിച്ചു, പിന്നെ കടുപ്പം വേണം, പിന്നെ കടുപ്പം കുറച്ച്, പിന്നെ പാലും വെള്ളം, പിന്നെ കട്ടൻ ചായ, അങ്ങനെയാണ് പറഞ്ഞത്. നീ ഇരുന്നേ ചൂടാവില്ലേ? കാര്യം ചോദിക്കട്ടെ, ചാരിക പോയായിരുന്നു? അത് ഞാൻ മേനോജേട്ട വാർക്കാന്ന് പറഞ്ഞ് രാവിലെ തന്നെ പോയി. ആര്? മേക്കാട് ചാരികടയില്ലേ? മൈക്കാട് ചാരികല്ലെന്ന്. പിന്നെ ചാരിക ബസ്സില്ല, നമ്മുടെ പഞ്ചായത്ത് വഴി പോണ. അത് പോയിട്ട് എന്തായാലും നേരം അത് പോകേണ്ട സമയം കഴിഞ്ഞില്ല. അയ്യോ, പണി പാളിയല്ല. അടിച്ചാ വീണേനെ. സോറി. ചായ കൊണ്ടുവാ. ചായ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞ കേട്ടോ. ആരാ? ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതിന്ന്. ആരാന്ന്? ഉണ്ടോ ദേവൻ എന്ന് പറഞ്ഞ പുള്ളി തന്നെ ഉണ്ടോ? ബ്ലേഡുകാരൻ. എന്നെ കണ്ടാ പൈസ ചോദിക്കുന്നു പുള്ളി. സുമാരോ, സുമാരോ ഇല്ലേ? പിടിച്ചോളാം ഞാൻ. കാണുമ്പോഴൊക്കെ പുള്ളി എന്നെ കാണുമ്പോൾ അങ്ങ് മുങ്ങുവാ. പിടിക്കും ഞാൻ. എവിടെ ഇരിക്കും? അത് കണ്ടില്ലടോ സുമാര. ഇന്ന് എനിക്ക് 2-1 അറിയണം. എന്നെ പൈസ കിട്ടുമോ? പൈസ ഞാൻ പറഞ്ഞല്ലോ, പൈസ ഞാൻ തരാം. എന്ന് തരും? എൻ്റെ ഇപ്പൊ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. 1 വർഷമായി നീ എന്നെ 1 ലക്ഷം രൂപ മേടിച്ചിട്ട്. വാങ്ങിച്ചു എന്നുള്ള ശരിയാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1.5 ലക്ഷം രൂപ കൂടുതൽ നിങ്ങൾക്ക് പലിശ തന്നോ? 1.5 ലക്ഷം രൂപ കൂടുതൽ ഞാൻ പൈസ തന്നില്ലേ? പലിശ. ഇനി എനിക്ക് പലിശ വേണ്ട, മുതല് മതി. മുതല് മതിയോ? മുതല് മതി. അത് തരാൻ എൻ്റെ വേണ്ടേ? ഇത് 4ാമത്തെ അവധിയാണ്. ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാവും. ഞാൻ ഇവിടെ ആളെ ഇറക്കിയിട്ടുണ്ടോ? പുറത്തുനിന്ന് ആളെ ഇറക്കിയേക്കണേ. പണി പാളില്ല. ആ പണി പാളും, പാളിക്കും ഞാൻ. അണ്ടർവെയറോ? അണ്ടർവെയറല്ലേ ചോദിച്ചെന്താ? ആണ്ടവൻ ഇന്നിവിടെ പ്രശ്നം ഉണ്ടാക്കും. ഉണ്ടാക്കും? ഞാൻ വിളിക്കാം. ഞാൻ പോണ, എനിക്കാണ് പഞ്ചായത്തിൽ. നീ എവിടെ ഇല്ല? ആ നെറുകന്തലൊക്കെ അടി കൊടു. ആണ്ടവനാണെന്നറിയാവടാ? അത് നീയല്ലേ? കൊഞ്ചിനി പറഞ്ഞു. ഈ ബോഡിയിൽ എവിടെയും വന്നിട്ട് ചെയ്ത് നോക്കി. പിന്നെ കല്ല് പോലെ ഇരിക്കുക. കല്ല് പോലെ ഇരിക്കുക. കല്ല് പോലെ ഒരു സംഭവിക്കുന്ന ഒരു കാര്യമില്ല. ഒരു ഒറ്റ ബോഡിയിൽ ഒന്ന് ഇടിച്ചു നോക്കി. വിശ്വാസമില്ല. ഒരാളിടിച്ചു. ഞാനില്ല കേട്ടോ. തട്ടി നോക്ക്. ഇതിനാ മണ്ണ് ചായയിൽ മുക്കി തിന്നും പോലെ അങ്ങനെ ഇടിക്കണേ. പവർ വേണം. ഇടേ എങ്ങനെയത്? അതായത് ഇങ്ങനെ ഞാൻ പിടിക്കുമ്പോഴാണ് 6 പാക്ക് വേണ്ടത്. ഒരു വാക്കുന്ന മുറുക്കാനാ? മുറുക്കാനല്ല, അതിന് 6 പാക്ക് എന്ന് പറഞ്ഞാൽ 5 പാക്ക് ആയി പോയില്ലേ? കിട്ടിയിട്ടും കല്ല് പോലെ നിൽക്കോട്ടോ. നിൽക്കുവോ? പർവ്വതം പോലെ നിൽക്കുള്ളൂ. ഒന്നും സംഭവിക്കുകയില്ല. അതാണ്
വെള്ളം വേണം. എനിക്ക് വേണ്ട. എനിക്ക് വേണം. വെള്ളം വേണം. വയറ് പ്രശ്നമായിട്ടാ. പിന്നെ മസിൽ പിടിച്ചേക്ക് കേറി മേയണ കേറി മേയാൻ. എവിടെ പോണം? എവിടെ പോണം? 6 കീർ ഓലയും ഒരു പണിക്കാരനെ ഞാൻ വിളിച്ചിട്ട് വരാം. എന്തിന്? ഇത് മേയണ്ടേ? ഇത് മേയാനാണോ? ഇങ്ങോട്ട് കയറി ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടാൻ. വലിയ ആള് കളിക്കല്ലേ അവിടെ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ പൈസ വേണം പൈസ വേണം? നീ ഇവരോട് പൈസ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ? അപ്പൻ ഇത് കേൾക്കണ്ടോ അപ്പാ? അപ്പൊ നമ്മുടെ കുടുംബത്തിന് വേണ്ടി വാങ്ങിച്ച പൈസക്ക് വേണ്ടി എന്നെ പിടിച്ചു നിർത്തണ ഇതാണോ നിന്റെ അപ്പൻ? ഇതാണോ ചോദിച്ചാൽ എന്റെ അപ്പന്റെ ആകെ ഓർമ്മയ്ക്കുള്ള ഇതാ ഞങ്ങൾ അപ്പനായിട്ട്. നിന്നോട് 4 ഞാൻ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ഇന്ന് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകും, കത്തിക്കൂത്ത് വരെ ഉണ്ടാകും. മുതലാളിയല്ലേ പറഞ്ഞത് എന്റെ ചുറ്റും 2 കണ്ണ് കാണുന്നു ഒന്നും പറഞ്ഞു ഫ്രണ്ടിൽ കൂടെ എന്തിനാ നടക്കണത്? നീ ചെല്ലട, നീ ഉണ്ടാക്കണ പ്രശ്നം കട ചോദിക്കാനും പറഞ്ഞ ആൾക്കാരുണ്ടാ? അമ്മ ആൾക്കാരുണ്ടേ, ആൾക്കാരുണ്ട് ഇവിടെ. നീ ആരാ മനസ്സിലായില്ലോ? നമ്മാരും ആയിക്കോട്ടെ, നമ്മ ഒരു ആർട്ടിസ്റ്റാണ്. പാവം നാട്ടിലൊക്കെ അറിയപ്പെടുന്ന TV ആർട്ടിസ്റ്റാണ്. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് കഴിച്ച് എന്റെ മാറി TV അതല്ലെന്ന് TVയിലൊക്കെ ഉള്ള ആർട്ടിസ്റ്റാണ്. നിന്റെ TVക്കാണ്, ഞങ്ങളുടെ TV നിന്നെ കണ്ടിട്ടില്ല. നമ്മ പിന്നെ മെയിൻ ആണല്ലോ. എന്നാ മെയിൻ? ഡാൻസറാണ്. ഡാൻസർ എന്ന് പറഞ്ഞാ ഡിസ്കോ. ഏത് ചാനലില്? എല്ലാ ചാനൽ അമൃതയിലൊക്കെ ഉണ്ടല്ലോ. അമൃത ചാനൽ അങ്ങോട്ട് ഇടില്ലല്ലോ. അമൃതയിൽ സൂപ്പർ ഡാൻസ് പറയല്ലേ? അതിനകത്ത് മത്സരിച്ചോ? മത്സരിച്ചില്ല, അതിന്റെ ഓഡിയേഷൻ ഞാൻ പോയിരുന്നു. അത് കിട്ടിയോ? കിട്ടും. പക്ഷെ പ്രോഗ്രാം ഉണ്ട് എനിക്ക് ഇഷ്ടം പോലെ. പ്രോഗ്രാമോ? ഫ്ലെക്സ് ഒക്കെ ഞാൻ കണ്ടിട്ടില്ലേ? ഇല്ല. അമൃത TVയില് സൂപ്പർ ഡാൻസർ ഓഡിയേഷൻ ഫെയിൽഡ് ഫെയിം തങ്കരാജ് നയിക്കുന്ന മെഗാ ഷോ. ശരിയാന്നേ? 3 ലക്ഷം രൂപ. അതാണ് ഇവന് ഈ നാട്ടിൽ ഞാൻ സത്യം പറയുക, അവൻ നിങ്ങളോട് സംസാരിച്ച അവനൊരു മാന്യത, അവനൊരു മാന്യപ്പെട്ട കാരണം ഇവിടത്തെ ഈ നാട്ടിൽ ഏറ്റവും ചുമ്മാ പറയണ്ടേ പറയലടാവേ. പറ. ഒരു കാര്യം തുടങ്ങി വെച്ച് നിർത്തല്ലേ? പറ. അതപ്പോ നീ പറയണ്ടത്. ഇവനൊരു കലാകാരനാണ്. ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വേണ്ട, ഇതൊക്കെ ഇവരെ ആരെ ബോധിപ്പിക്കണ വേണ്ട. നീ ഒന്ന് പറയാൻ സമ്മതിക്കാമെന്ന്. ഇവന് ഒരു ഡിസ്കോ ഡാൻസ് കളിക്കുന്നവനാണ്. അല്ല പിന്നെ പറയണ ഡിസ്കോ ഡാൻസ് കളിപ്പിണ. നീ ഒരെണ്ണം കളിച്ചാ? നീ കളിച്ച ഊളയുടെ മുമ്പിലൊക്കെ ഞാൻ ഡിസ്കോ അടിക്കാൻ പോയോ? ഞാൻ പരിപാടിയൊക്കെ നടത്ത്, എന്നാലും അവന്മാരുടെ മനസ്സ് മാറി അവന്മാർ ഒന്നാമത്തെ കാര്യം ഞാൻ അറിയാം, നമ്മൾ ഈ പബ്ലിക് പ്ലേസിൽ ഇത് കളിക്കാറില്ല, നമ്മൾ സ്റ്റേജിലുണ്ടല്ലോ ഇത് ശരിയാവുള്ളൂ. പിന്നെ നീ ഇവിടെ ഒതുങ്ങി പത്തായത്തിനകത്ത് ഇരുന്ന് കളിക്കണേ? അതല്ലെന്ന്, നമുക്ക് ആ ഫ്ലിക്കറൊക്കെ അടിച്ചാലേ ഒരു അവന് ലിക്കർ 2 ഒക്കെ അടിച്ചെങ്കിൽ അവന് കളിക്കാൻ പറ്റും. നിക്കർ അടിച്ചാലേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. ഇങ്ങനെ അണയുകയും കെടുകയും ചെയ്യുന്ന ലൈറ്റ് വേണം. ലൈറ്റ് വേണം, അതാണ് ലൈറ്റ്. ഇപ്പൊ ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. ശരി, അത് നീ ഒരു കാര്യം ചെയ്തേ, നിന്റെ പെർഫോമൻസ് ഒന്ന് വെച്ച്. ചേട്ടൻ നീ വന്ന് എന്റെ സംഭവം അറിയാം. ഇതേ നമ്മൾ കളിക്കണല്ല കുഴപ്പം. കോസ്റ്റ്യൂം എടുത്തിട്ടില്ല, മാറ്റി വിടുവാണോ? കോസ്റ്റ്യൂമിൽ റിബണെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ഡിസ്കോയുടെ മെയിൻ സാധനമാണ് ഇത്. നിനക്ക് സാധനം കിട്ടിയാ പോലെ അടിക്കാൻ പറ്റില്ലത്. റെഡി? ആണ്ടവാ ആണ്ടപ്പോ. ഞാനല്ല. ഒന്നുമില്ല അണ്ണാ, ഇത് തലയിലെത്തൂല കേട്ടോ. ഇത് ഒരു കാര്യം, ഒരു കഷ്ണം കൊടുത്താ എന്നത്തിന് കയ്യെ കെട്ടണം. നിന്റെ കാര്യം പറഞ്ഞാൽ നീ വലിയ കഷ്ടമാണല്ലോ. മുതലാളി അത് ഇപ്പൊ അറിയാതെ പറ്റിപ്പോയി. അറിയാതെ എന്നാന്ന് എന്നെ കാര്യല്ല. ഒന്നുമില്ല. ഡിസ്കോ അടിക്കാം. അടിക്കാം. പാട്ട് വെക്കാം. റെഡിയാണേ? അപ്പഴേ പിന്നെ അണ്ണാ ഫ്രണ്ടിൽ നിന്ന് കാണപ്പോ നിങ്ങൾ ഡിസ്കോ അടിക്കാൻ കണ്ടോളും. പിന്നെ കണ്ടോളും അണ്ണാ. ഒന്ന് കൗണ്ട് ഇട്ട് തന്നെ സ്റ്റെപ്പ്. എനിക്ക് കുടുംബശ്രീ പറഞ്ഞ പോലെ. ഓക്കെ കുടുംബശ്രീ പറഞ്ഞ പോലെ ഓരോ പൊസിഷൻ. ഓക്കെ ടേക്കാണേ. ഓക്കെ the way she
എന്നെ ഓടി തന്നെ എവിടെയാ പാമ്പ്? എവിടെ? അല്ലടാ നീ ഈ പുഴു കഴിഞ്ഞിട്ട് സാധാരണ പാമ്പല്ലേ എടുക്കണേ? പാമ്പല്ല, തവളയല്ലേ? അയ്യോ പാമ്പും തവളയും തമ്മിൽ മാറി നല്ല രസമായിട്ട് വന്ന. അയ്യോ, എങ്ങനെയുണ്ട് ഡിസ്കോ? എത്ര വയസ്സായി? ഈ ചിങ്ങം വരുമ്പോ 45 ആവും. ചിങ്ങം വന്നില്ലല്ലോ. 45 തന്നെ. നിനക്ക് നാണയില്ലടാ ഡിസ്കോ ഡാൻസ് എന്ന് പറമ്പിൽ ഇറക്കി വിട്ട് ഈ ഡാൻസ് കളിപ്പിച്ചാൽ പഴവർഗ്ഗങ്ങൾ പറിച്ചെടുക്കാം. കേട്ടില്ലേ? നീ അത് എന്നാ നീ കാണിച്ച? പണ്ട് നീ ഇത് നന്നായിട്ട് കളിച്ചോണ്ട് എന്താ കുറച്ച് നാളായില്ല അടിച്ചിട്ടാണ്. എന്റെ മുതലാളി പൈസ പൈസ കിട്ടണം. മിമിക്രി ഉണ്ട്. വൺ മാൻ ഷോ ഒറ്റക്കടിക്കും. ആദ്യം ഡാൻസ് തോൽവിയായിരുന്നു, വെറുതെ ആവശ്യമില്ലാണ്ട് അല്ല, സ്റ്റെപ്പ് അടിച്ച് മാറിപ്പോയതാ. സ്റ്റെപ്പ് അടിച്ച് മാറിപ്പോയതാ. സാധകം ചെയ്താത്തോണ്ടാ. ഇതുകൂടി കേട്ടത് പ്രിയമുള്ള സുനിലേ, ഒരു വൺ മാൻ ഷോ ആരംഭിക്കാൻ വേണ്ടി ആദ്യം വരുന്നു സുകുമാരൻ. എന്നെ എടുക്കല്ലേ, എന്നെ അനുകരിക്കല്ലേ. വേറെ വായാക്കി ചേട്ടനല്ല, സിനിമയുടെ സുകുമാരല്ലേ? സിനിമയുടെ സുകുമാരൻ. ആ ശരി ശരി. വെള്ളത്തിൽ കൂടെ ഇങ്ങോട്ട് കയറി പോരാ. ഡിസ്കോ അടിച്ചിന്റെ പ്രഷർ കയറിയിട്ടുണ്ടോ? സോറിയേ. ഇതൊന്നല്ല പരിപാടി. പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കാട്ടാ കുസ്തി പഞ്ചാബില് മലത്തി നിനക്കൊന്നും ഈ പണി കള്ളപ്പണിയാണ് ചെയ്യണത്. ധൈര്യം ഉണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് പൊക്കി അറിയും. അത് പൊക്കണ്ടാട്ടോ. എന്റെ നടു ആദ്യം പോയതാ, ഞാൻ പൊക്കാൻ നോക്കിയില്ല. ഇതൊക്കെ പൊക്കും പെട്ടെന്ന്. ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഒരു 4 കറക്ക് നിനക്ക് ഇറക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് എടുക്കുന്നത്. അത് സാധാരണ എല്ലാവരും കയ്യെ പിടിച്ച് മറ്റേ നിനക്ക് കറക്കാൻ പറ്റുമോ? എന്താ വെയിറ്റ് കൂടി ആരെങ്കിലും സഹായിക്കണോ? കോപ്രയാണ് കിടന്ന് കാണിക്കുന്നത്. പൈസ മേടിയില്ലേ? പൈസ മേടിയില്ലേ? പൈസ പിടിക്കാം. ഞാൻ പറഞ്ഞു പൈസ എന്റെ ഇല്ല, പൈസ ഞാൻ തന്നോളാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കടയുടെ മുമ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. കടയുടെ മുമ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. പൈസ ഞാൻ തരാന്ന് പറഞ്ഞല്ലേ? അടിച്ചു പൊളിക്കാം. ഒരു 12,000 രൂപ വരുവേ. എന്നത്താ എന്റെ ഷോ അടത്തി വൺ മാൻ ഷോയ്ക്ക്. എന്നാ അവൻ എന്റെ പരിചയം ഒന്നല്ല, പിന്നെ നിങ്ങൾ 12,000 ഉണ്ടാക്കാൻ പോണത്. പിന്നെ വെറുതെ ഷോ അടത്തു നിങ്ങൾ വിചാരിച്ച? ഇതെന്തിട്ടോ? എന്റെ ഡാൻസും വൺ മാൻ ഷോയും. ആ സാധനം എങ്ങനെയെങ്കിലും എടുത്ത് നിന്റെ തലയിലെടുക്കും. അത് മരുന്ന് പേടിപ്പിക്കണമെങ്കിൽ മറ്റേ സംഭവം ചെയ്താലേ പേടിക്കുള്ളൂ. പേടിപ്പിക്കണ്ടാവേ, ഞാൻ ഒതുങ്ങി കഴിഞ്ഞോളാം അവിടെ. പുള്ളിയോ? ആ തലയിൽ എന്ത് ചായ തിളപ്പിക്കും. ചായ ഞാനിവിടെ കടയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ചായ തിളപ്പിക്കല്ലോ ആവശ്യമില്ലാതെ. ഹലോ ജാട കാണിച്ചു പോലെ ഫയർ അടിക്കാം പുള്ളി. അല്ല അത് അല്ലെങ്കിൽ വേണ്ട, കർപ്പൂരം കത്തിക്കും. എവിടെ? തങ്കത്താണ് മെയിൻ. അപ്പൊ വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് കയ്യിൽ കത്തിക്കും. ഉള്ളം കയ്യിലോ? അതൊന്നും ഒന്ന് കാണുമല്ലോ. ഇത് ചെയ്യാറുള്ളതാണോ? വെറുതെ എന്ന് പറഞ്ഞാ പറ. ചെയ്യാം. എന്റെ മുതലാളി മുതലാളി കർപ്പൂരം എടുക്കട്ടെ? കർപ്പൂരം ഇല്ലല്ലോ. കർപ്പൂരം ഇല്ല. കർപ്പൂരം ഉണ്ടെന്ന് പറഞ്ഞേ. ഫയർ അടിക്കുക. പകലല്ല, രാത്രി അടിക്കൂല. ഒരു സ്ഥലത്ത് നീ അടിക്കണം. നല്ലൊരു കാറ്റ് വന്നത് എല്ലാം പോണേ. കൈ അങ്ങനെ വെക്കണേ. കൈ എങ്ങനെ വെക്കണ വെക്കേ. അല്ല എന്റെ എല്ലാം പോയ ദൈവമായി. നീ കൈ അനക്കൽ കർപ്പൂരം പോകും. കൈ അനക്കല്ല കർപ്പൂരം പോകും. തീപ്പെട്ടിയുണ്ടോ? കുറെ നാളാവും എന്റെ ഡിസ്കോ ഡാൻസിന് മേലെ കയറ്റി വെക്കാൻ നോക്കണം. നടക്കൂല എന്റെ മക്കളെ, നടക്കൂല, എന്റെ തറവാട് നടക്കൂല. എന്തിനു ശരി വേറെ ടീമാട്ടോ. ഒരു പേടിയില്ലാതെ നിൽക്കണോ? ചങ്കത്താണ് കൂടുതൽ കത്തിക്കണത്. കയ്യാലായണ്ട കടയുടെ മുമ്പിൽ തീയിട്ട്. ഞാൻ പറഞ്ഞല്ലോ പൈസ ഒരാളെ തന്നേക്കാം. എന്നാണോ നോക്കുന്നതല്ല? കൈ തുളഞ്ഞു നോക്കിയോ മലയാളി? ഒന്നും നോക്കണ്ട. ഇവന്മാര് പൈസ തരുന്ന പരിപാടിയില്ല. തകർത്താക്കിതല്ല. ചേട്ടാ ഒന്ന് പറയട്ടെ. ഒന്നും വേണ്ട. ഞാൻ പൈസ തരാന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഇതൊന്നും എനിക്ക് പൈസ കിട്ടിയാൽ മതി. പൈസ എങ്ങനെയെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. ഹലോ പറയണത് പ്ലീസ്. വർഷം 1.5 വർഷമായി. ഞാൻ പൈസ തരാന്ന് പറഞ്ഞല്ലോ. വേണ്ട, എനിക്ക് പൈസ വേണ്ട. എന്റെ പൊന്നിയേട്ടാ എനിക്ക് പൈസ തരാണ്ട്. എന്റെ കുടുംബത്തിന്റെ അത്താണി അത് പ്ലീസ്. അത് തകർക്കല്ല. അങ്കമാനിക്ക് അപ്പുറം നീ എന്ന് പറഞ്ഞാൽ
അപ്പാ എന്റെ അപ്പാ അപ്പോ അതിനകത്താണ് ഒന്ന് വെച്ചേക്കണേ. എന്റെ അപ്പനെ ചവിട്ടി കൊന്നോളാ നീ. അറിയാമോ നിനക്ക്? എന്റെ അപ്പനെ ചവിട്ടി കൊന്നോളാ. ഞങ്ങൾ 6 മക്കളും പൊന്നു പോലെ നോക്കണം. എന്റെ അപ്പനെയല്ല നീ എടുത്തെറിഞ്ഞ് ഏത് പട്ടിയുടെ എടുത്തെറിഞ്ഞ എന്റെ അപ്പനെ എന്റെ അപ്പനെ കുന്നോളാ. പരിഹാരം ഉണ്ടാക്കാം. പണ്ട് വീട് കത്തി മരിച്ചു പോലെ ഞങ്ങളുടെ അച്ഛൻ. ഇത് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ 6 മക്കളും അച്ഛനായിട്ട് കാണുന്നത് ഈ ടേപ്പ് റെക്കോർഡിന് അറിയാമോ? നിങ്ങൾ അതിനെ തല്ലിപ്പൊട്ടിച്ചത്. ഇത് പരിഹാരം ഉണ്ടാക്കി ഇവിടുന്ന് പോയില്ലല്ലോ. ഇത് അപ്പനാ. നിന്നോട് എന്തിനാണ് ഇത് മുഴുവൻ എടുത്തത്? ഈ ടേപ്പ് റെക്കോർഡ് അപ്പനെ എടുത്ത് നിലത്തടിക്കാൻ പറഞ്ഞത്. ഇത് അപ്പനാണ്. മറ്റേ അപ്പനാ പൊന്നു പോലോ. ഒരു കാര്യം ഇതിപ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറയാം ചേട്ടാ, നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് എടുത്തിട്ടെ. 5 രൂപ മേടിച്ചു തരാം. മതിയാ? 5 രൂപ മേടിച്ചു തരാം. 6 ഏക്കർ സ്ഥലം 6 മക്കളെ ഉള്ള ഈ അപ്പന് വേണ്ടിട്ട് 5000 രൂപയോ? പോരെ? 5000 രൂപയ്ക്ക് ഞാൻ താമസിക്കൂടാ. പിന്നെ എന്റെ ചേട്ടന്മാർക്ക് കൊടുക്കട്ടെ 6 പേർക്ക്. എന്നാ വെച്ച് കൊടുക്കണം? 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കണം. 1 ലക്ഷം വെച്ചാൽ 6 ലക്ഷം രൂപ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 6 മക്കളുണ്ട്. 6 മക്കളും കൂടെ അവകാശപ്പെട്ടാണ് ഈ അച്ഛനെ. 6 പേർക്കൂടെ ഓരോ ലക്ഷം രൂപ മിനിമം കൊടുക്കണം. 6,50,000 രൂപ ഇപ്പൊ ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. 6 പേർക്ക് 6 ലക്ഷം പേർ. പിന്നെ 50,000 എനിക്ക് കമ്മീഷൻ വേണ്ടേ? അപ്പം വേണ്ട കാശില്ല. 6 ലക്ഷം എടുത്തുകൂടെ. ഇനി വന്നേ. നമ്മൾ ഇവിടുന്ന് 1 ലക്ഷം രൂപ മേടിക്കാൻ വന്നതാണ്. കളിച്ച് കളിച്ച് ഞാൻ 6 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കേണ്ട ഗതികട. താൻ ഒറ്റ ഒരുത്തരായി പണി ചെയ്ത് അറിയാലോ. ഞാൻ ഞാൻ പിന്നെ എന്തിനാ അവന്റെ അച്ഛനെടുത്ത് നിലത്തിട്ടടിച്ചത്? അച്ഛനാന്ന് എനിക്കറിയാമോ? 6 ലക്ഷം രൂപ തന്നിട്ട് പോയാൽ മതി. ഇല്ല നിങ്ങൾ ഇവിടെ ഇരി. പൈസ ഇല്ല 6 ലക്ഷം രൂപ തലയടിക്കാൻ പൊട്ടിക്കും. എന്റെ 6 ലക്ഷം രൂപ പൈസ തരണവേ. എപ്പ തരും? സാവകാശമാണ്. പെട്ടെന്ന് തന്നെ അങ്ങനെ സാവകാശം ഞാൻ ചോദിച്ചപ്പോ നീ എനിക്ക് തന്നോ? പിന്നെ നിനക്ക് ഞാൻ എന്താ തന്നെ? എന്റെ അപ്പൻ ഇവിടെ തകർന്നു കിടക്കുക. എനിക്കതിന് ഈട് വേണം. ഈട് വേണല്ലേ? ആണ്ടവൻ ഇവിടെ നിക്കട്ടെ. എന്ത് കാര്യത്തിന്? നിങ്ങളുടെ അപ്പം വീണ് തകർന്നല്ലോ. ഇരിക്കട്ടെ, നിങ്ങൾക്കൊരു 2ാം അപ്പൻ. Comedy Masters.